അസ്സലാമലൈക്കും. 7ാം ക്ലാസ്സിലെ ദുറൂസ് പാഠം 7ലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും നോക്കാം. 1 മുതൽ 6 വരെയുള്ള പാഠഭാഗങ്ങളിലെ മുഴുവൻ ചോദ്യങ്ങളും ഉത്തരങ്ങളും മുൻപ് ചെയ്തിട്ടുണ്ട്. പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള എല്ലാ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. വീഡിയോ കാണുമ്പോൾ പുസ്തകം തുറന്നു പിടിക്കുക. പാഠം 7 സബർ. ആന്തനൊരു അറബിയാണ്, നമുക്ക് നോക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, യാ അയ്യുഹല്ലദീ ആമനു സബിറു വസ്സാബിറു. മുഅ്മിനീങ്ങളെ, ഇബാദത്തുകളുടെയും മുസീബത്തുകളുടെയും മേലിലും ദോഷങ്ങളെ തൊട്ടും നിങ്ങൾ ക്ഷമിക്കുക. ക്ഷമയിൽ നിങ്ങൾ ഉയർന്ന നിലവാരത്തിൽ എത്തുകയും ചെയ്യുക. ക്ഷമ ഈമാനിന്റെ പകുതിയാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് വിട്ട ഭാഗം പൂരിപ്പിക്കാനായിട്ട് വരും. അപ്പൊ എല്ലാ പാഠത്തിന്റെയും അറബിയും അതിന്റെ മലയാളമായിട്ട് ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അടുത്തത്, ക്ഷമ എന്നാൽ എന്ത്? ശരീരത്തിന് ഇഷ്ടമില്ലാത്ത കാര്യത്തിന്റെ മേൽ അതിനെ ബന്ധം ചെയ്യലാണ് ക്ഷമ. ഒന്നുകൂടെ പറയാം. ശരീരത്തിന് ഇഷ്ടമില്ലാത്ത കാര്യത്തിന്റെ മേൽ അതിനെ ബന്ധം ചെയ്യലാണ് ക്ഷമ. ശരീരം ഇഷ്ടപ്പെടാത്തത് എന്താണ്? അല്ലാഹുവിനെ വഴിപ്പെടുക, തെറ്റുകുറ്റങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുക മുതലായവ ശരീരം ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളാണ്. ആഫത്ത് സംഭവിച്ചാൽ എന്തു ചെയ്യും? ആഫത്ത് സംഭവിച്ചാൽ വേവലാതിപ്പെടലാണ്. ആഫത്ത് സംഭവിച്ചാൽ വേവലാതിപ്പെടലാണ് ശരീരം ഇച്ഛിക്കുക. ക്ഷമിക്കുന്നവർക്ക് കണക്കില്ലാത്ത പ്രതിഫലം നൽകുമെന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. എവിടെ? ഖുർആനിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അടുത്തായിട്ട് ഒരു അറബിയാണ്, നമുക്ക് നോക്കാം. ഇന്നമ യുവഫ സോബിറൂന അഹ്റഹും ബിഹൈരി ഇസാബി. അപ്പൊ എല്ലാ അറബിന്റെ വീഡിയോ നമുക്ക് ഒന്ന് ചെയ്യാം. ക്ഷമ ആരുടെ സ്വഭാവത്തിൽ പെട്ടതാണ്? ക്ഷമ അൻബിയാക്കളുടെയും അവരുടെ അനുയായികളുടെയും സ്വഭാവത്തിൽ പെട്ടതാണ്. അടുത്തത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്, വിട്ട ഭാഗം ചിലപ്പം പൂരിപ്പിക്കാനായിട്ട് വരും. ക്ഷമയേക്കാൾ ഹൈറും വിശാലവുമായ ഒന്നും ഒരാൾക്കും നൽകപ്പെട്ടിട്ടില്ലെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നേരിടേണ്ടി വന്ന പരീക്ഷണങ്ങളും ശത്രുക്കളുടെ മർദ്ദനങ്ങളും വളരെ വലുതാണ്. അവയെല്ലാം അവർ സഹിച്ചു. അൻബിയാക്കളെ പറ്റിയാണ് പറയുന്നത്. അടുത്തതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബികളും ക്ഷമയെ പറ്റിയാണ് പറയുന്നത്. അത് നമുക്കൊന്ന് നോക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബികളും എത്ര വലിയ മർദ്ദനങ്ങളാണ് സഹിച്ചത്. അവർ സ്വന്തം ഭരണവും മറ്റും ഒഴിവാക്കി നാട് വിടേണ്ടി വന്നു. ഈ മർദ്ദനങ്ങൾ എല്ലാം ഏൽപ്പിച്ചവർക്ക് പകരം വീട്ടാനുള്ള അനുകൂല സാഹചര്യം ഉണ്ടായ അവസരത്തിൽ അതിനൊന്നും മുതിരാതെ മാപ്പു നൽകുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്തത്. അപ്പൊ അടുത്തൊരു ചോദ്യമാണ്, ഒരാൾക്ക് നൽകപ്പെട്ടതിൽ ഏറ്റവും ഹയറായത് എന്താണ്? ക്ഷമയേക്കാൾ ഹയറും വിശാലവുമായ ഒന്നും ഒരാൾക്കും നൽകിയിട്ടില്ല. അപ്പൊ ഏറ്റവും വലിയ ഹയറായത് ക്ഷമ തന്നെയാണ്. അപ്പൊ ഈ പാഠത്തിൽ ഇത്രയും ചോദ്യങ്ങളും ഉത്തരങ്ങളും ഉള്ളു. പാഠം നന്നായിട്ട് വായിക്കുക, വീഡിയോ കാണുക. അസ്സലാമു അലൈക്കും.